എടി നീ വീണ്ടും ഈ വൃത്തികെട്ട വാക്ക് പറയുന്നത് നിന്റെ ശോഷിതാവസ്ഥയ്ക്ക് കാരണമാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കൊണ്ടിട്ട് പറയുന്നില്ല, ഞാൻ ചെയ്ത തീർന്നു. ഒരു പങ്കജാക്ഷനെ കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞു. മൂമ്മന്മാർ കുടിച്ചിരിക്കണവരും ചിടുങ്ങൾ ഇപ്പോഴും നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും മനസ്സിലാക്കി കൊടുക്കാണ്ട് അവർ 15, 16 വയസ്സ് 12 വയസ്സ് കുടിച്ചിട്ടടിച്ചിരുന്ന എന്താ കാര്യം? അത് പറഞ്ഞാൽ പങ്കജാക്ഷൻ 1947 1960 ജനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗുജറാത്തിൽ 1999 ഒരു താല് സിനിമ കണ്ട് പോയിട്ടോ. പങ്കജാക്ഷൻ അന്ന് 40 വയസ്സായിരിക്കും. അത് ശിഖണ്ഡികളെ ആരാധിച്ചിട്ട് ഹിന്ദു ആയിട്ട് വല്ല ഡ്രഗ് അടിച്ച് അങ്ങനെയുള്ളവർക്ക് ജനിച്ചതായിരിക്കും 1970 1960. 1940 അവർ അതായത് 40 വയസ്സായിട്ട് 1999 പോയി കണ്ടു പറഞ്ഞ പോലെയാണോ? ഒരു സമയത്ത് 12 വയസ്സ് തികണതിന് മുമ്പ് 2088 ജനിച്ചിട്ട് 11 വയസ്സിലും ആ കണക്ഷൻ 11 മർഗൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സൈനുമെല്ലാം കാണിക്കുന്നത്. യഹൂദിയർ പലരും ഇവിടെ സെൻറ്ററിലുണ്ടായിരുന്നു പറയാം. അവർ മൈഗ്രേറ്റ് ചെയ്ത് പലരും ഹിന്ദുവായി മാറിയവരുണ്ട്. ഏഞ്ചൽസാണ് കുറേ നേരമായിട്ട് ഹിന്ദുസും ശിഖണ്ഡികളായിരിക്കണമായിരിക്കും അങ്ങനത്തെ സൈനും ക്രിസ്ത്യാനിറ്റിയുടെ ആയിട്ട് വല്ല ബന്ധമായിട്ടുള്ള വീട്ടും പേരോ റോമൻ കത്തോലിക് ആയാലും എന്തെങ്കിലും അങ്ങനെ ഒബ്സർവേഷൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കൂട്ടെ ആ കണക്ഷൻ ക്രിസ്ത്യാനിറ്റിക്ക് അനുസരിച്ച് ചെയ്യേണ്ട. ഹിന്ദുസിൽ എന്തായാലും ശിഖണ്ഡികൾ ആരാധിക്കണവരെന്തായാലും 2888 എന്ന് പറഞ്ഞ നമ്പറില്ല, കണക്ഷൻ ഇല്ല, ഒന്നുമില്ല. യഹൂദിയരുടെ ഇതിലാണ്. ആ യഹൂദിയർ കണക്ഷൻ മാറി ഹിന്ദു ആയവർക്ക് അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് കാണിക്കേണ്ടതെന്ന് അറിയാം. അതനുസരിച്ച് ചെയ്യണത് കാണിക്കണത്. അയാളുടെ 1947 1987 വരെ വെറുതെ മെറ്റലിസ്റ്റിക് ഡയലോഗ് വൃത്തികെട്ട് അഭിനയിച്ച് കാണിച്ചതല്ല. പറപ്പിച്ച് പറഞ്ഞാൽ എന്തിനു പറപ്പിച്ച് പറയേണ്ട കാര്യം? അതിൽ കാര്യമില്ല. പറപ്പിച്ച് പറഞ്ഞതിൽ അർത്ഥമില്ല. അത് പോയി ആത്മഹത്യ നല്ലത്. പറയിപ്പിക്കാണ്ട് കാര്യങ്ങൾ പറയും. ഗാഡ് കാണും ഹിന്ദി കുട്ടികളാരും കോപ്പി ചെയ്യുമോ? ഇവിടെ ആരും ഹിന്ദി പറയണ്ട എന്നോട് വൃത്തികേട്. അത് പറഞ്ഞ് നീ ഇങ്ങനെ ചിടുങ്ങളെ ഇങ്ങനെ ആയിരുന്നു കൂട്ടി വാങ്ങിപ്പിച്ചിട്ട് എന്താ കാര്യം? അതങ്ങനെ ഈ ഹിന്ദുസ് ശിഖണ്ഡികൾ ആരാധിക്കണവർ എപ്പോഴെങ്കിലും 1988 തൊട്ട് 2005 2015 വിജനതയിൽ വരെ എന്തെങ്കിലും നോവലി അവിടെ വരെ എന്തെങ്കിലും കാണിക്കണം. ഇവിടെ ഇപ്പോൾ ഫുൾ MDMA മ്യൂസിക്കാണ്, നേരെ വിപരീതം നടക്കണേ. അത് കാണാൻ പോയാൽ നിങ്ങളുടെ തല ഇളകിയിട്ട് ചിലപ്പോൾ ഞാൻ അരുന്നൂട്ടി വാങ്ങും എവിടെയെങ്കിലും. അപ്പോൾ അന്ന് 2015 വരെയുള്ള കാര്യങ്ങൾ എന്ത് മ്യൂസിക്കാണ് ഏതാണെങ്കിലും 2012 ഇറങ്ങിയതാണെങ്കിലും 2013 ഇറങ്ങിയതാണെങ്കിലും ആ രീതിയിൽ 2005 വരെയെങ്കിലും അത് അത് കാണിക്കുന്ന വല്ല ശിഖണ്ഡികളായിരിക്കും ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് കണ്ട് 40 വയസ്സ് പങ്കജാക്ഷൻ എന്തെങ്കിലും ചെയ്ത് പങ്കജാക്ഷൻ ട്രെയിനിൽ സംസാരിച്ചിരിക്കുന്നതും ഞാൻ 11 വയസ്സ് കണക്ഷൻ അനുസരിച്ച് ചെയ്ത് ആരും ചോദിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ് തീർന്നു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എത്ര മിനിറ്റ് ആണോ കഴിഞ്ഞാൽ തീർന്ന് വണ്ടി സ്റ്റാർട്ടായി ചോദിച്ചാൽ ബായി പറഞ്ഞ് ഇറങ്ങി. അതിനെക്കുറിച്ച് ട്രെയിനിൽ ചോദിച്ചിട്ടില്ലേ, പുറത്തും ചോദിച്ചിട്ടില്ല, ആരും ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ. അതങ്ങനെയാണ് പോയി. പിന്നെ അങ്ങനെയാണ് വേറെ എവിടെ ഈസ്റ്റ് ഇന്ത്യ എവിടെ നടന്നാലും കണക്ഷൻ ഇല്ലാത്ത ഇവിടെ തന്നിട്ടുണ്ടാകും. അങ്ങനെ തന്നെയാണ്. അത് പറഞ്ഞ് നിങ്ങളെ ഇല്ലാത്ത വെടുത്തം വിപരീതം പറഞ്ഞ് എന്താ കാര്യം? അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താണെന്ന്. അപ്പോൾ ഇത് എത്തണം അനുസരിച്ച് അതിനനുസരിച്ച് ടൈം അനുസരിച്ച് കാര്യം നടക്കണം. അപ്പം എവിടെ എത്തിക്കഴിഞ്ഞാൽ അവരറിയില്ല, അറിഞ്ഞോ ഇല്ലേ, മഡ്ഗാവ് ടച്ച് ചെയ്തിട്ട് ഗോവ ടച്ച് ചെയ്യാണ്ടാണോ പോണേ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കണക്ഷൻ അനുസരിച്ചാണ്. 11 വയസ്സ് ഉള്ള 299 കഴിഞ്ഞിട്ട് 14 15 16 വയസ്സിൽ ഈ വഴി കൂടെ സൈക്കിൾ ഓടിച്ച് പോകുന്നതും അതൊക്കെ നേരെ വ്യത്യാസമുണ്ട്. 13 14 15 16 വയസ്സിലൊക്കെ 13 14 വയസ്സിൽ എന്തിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ കൂടി ഇറങ്ങിയിട്ടില്ലല്ലോ. കമ്പ്യൂട്ടറോ മൊബൈലോ ഒന്നും ഞങ്ങൾ സാധാരണ ആരുടെയും കയ്യിലില്ല. അപ്പം നിങ്ങൾ ഏതോ വിപരീതം ചിന്തിച്ചുകൊണ്ടിരുന്ന, പഴകിയവരെ അനുകരിച്ചുകൊണ്ടിരുന്ന, പങ്കജാക്ഷനെ അനുകരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല.